പാപഭാരങ്ങളാൽ നശിച്ചുകൊണ്ടിരുന്ന ലോകത്തിന്റെ രക്ഷയ്ക്കായി ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ദൈവപുത്രൻ അയക്കപ്പെട്ടത് ഒരു രാജകൊട്ടാരത്തിലേക്കായിരുന്നില്ല, മറിച്ച് സാധാരണക്കാരായിരുന്ന ജോസഫിന്റെയും മേരിയുടെയും മകനായിട്ടാണ് അവൻ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത്. വെറും കാലിത്തൊഴുത്തിലായിരുന്നു അവന്റെ ജനനം. അവന്റെ പേര് യേശു എന്നായിരുന്നു. അവൻ അനേകം രോഗികളെ സുഖപ്പെടുത്തുകയും പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. കപട മനുഷ്യരെ അവൻ ആട്ടിപ്പായിച്ചു. അവന്റെ നന്മയിൽ അസൂയ പൂണ്ട അധികാരവർഗം അവനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ഒരു ചതിയിലൂടെ അവനെ പിടികൂടി. അവർ മരണശിക്ഷയ്ക്ക് ക്രൂരമായ കുരിശുമരണത്തിന് അവനെ വിധിച്ചു. എന്നാൽ അവരുടെ എല്ലാം പ്രതീക്ഷകളെ തകിടം മറിച്ച് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കാൽവരിയിലെ കുരിശുമരണത്തിൽ നിന്നും യേശുവിന്റെ മൃതശരീരം കല്ലറയിൽ അടക്കപ്പെട്ടു. എന്നാൽ മരണത്തിന്റെ ശക്തികളെ തച്ചുടച്ചുകൊണ്ട് ഉദ്ധിതനായ കർത്താവിന്റെ ശൂന്യമായ കല്ലറയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അന്ധകാരത്തിന് മുകളിൽ പ്രകാശത്തിനാണ് ആധിപത്യമെന്നും തിന്മയ്ക്കുമേൽ നന്മയ്ക്കാണ് വിജയമെന്നും പഠിപ്പിച്ചുകൊണ്ട് വിജയശ്രീ ലാളിതനായി അവിടുന്ന് ഉദ്ധാനം ചെയ്യുന്നു. സർവ്വലോകമാനവരെ കണ്ണും ഹൃദയവും തുറന്നു കാണുക. മഹിമ പ്രതാപത്തോടുകൂടി അവിടുത്തെ തിരുവുദ്ധാനം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം പച്ചയായ നുണപ്രചാരണങ്ങൾ മാത്രം. എല്ലാം ഉപേക്ഷിച്ച് എന്റെ കാൽക്കൽ വീണാൽ ഈ ലോകവും അതിലുള്ള സർവവും അവന് നൽകാമെന്ന് ഞാൻ വാക്കു നൽകിയതാണ്. എന്നാൽ അവന് ദൈവം മതിയത്രേ. എവിടെ അവന്റെ ദൈവം? കൈകളിൽ താങ്ങേണ്ടിയിരുന്ന ദൈവദൂതർ എവിടെ? സ്വന്തം ശിഷ്യഗണം പോലും തള്ളിപ്പറഞ്ഞു. അവസാനം 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കാനായിരുന്നില്ലേ അവന്റെ വിധി? നീതിമാനാണ് പോലും. ഇപ്പോൾ പറയുകയാണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവന്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും വന്ന് കല്ലറയിൽ നിന്ന് ശരീരം എടുത്തു മാറ്റിയിട്ട് ഉയർപ്പിക്കപ്പെട്ടു എന്ന് വാദിക്കാനായിരിക്കും ചിന്ത. ഇതൊക്കെ വിശ്വസിച്ച് അവന്റെ ഉദ്ധാനം പ്രതീക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ വെറും വിഡ്ഢികളാണ്. യേശുക്രിസ്തു ഇനിയില്ല. ഈ ലോകം എനിക്ക് സ്വന്തം. മരിച്ചവർക്ക് ഒരു തിരിച്ചുവരവില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ഞാൻ കാണട്ടെ. എടോ, ഇതിപ്പോൾ 3 ദിവസമായി. എത്ര നേരം എന്ന് വെച്ചാ നമ്മൾ ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്? എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഞാൻ കുറച്ചു നേരം മയങ്ങിയാലോ? താൻ ഉറങ്ങലേ? താൻ ശ്രദ്ധിച്ചോ? പതിവിന് വിപരീതമായി പ്രകൃതിയിൽ ആകെ ഒരു മാറ്റം വന്നതുപോലെ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു സംശയം, സത്യത്തിൽ ഇവൻ ദൈവപുത്രനായിരുന്നോ? നിനക്കിത് എന്തു പറ്റി? വല്ലാതെ പേടിയുണ്ടെന്ന് തോന്നുന്നു. ദൈവപുത്രനായിരുന്നെങ്കിൽ നമുക്ക് ഇവനെ കുരിശിൽ തറച്ച് കൊല്ലാൻ സാധിക്കുമായിരുന്നോ? ദൈവപുത്രൻ പോലും. ദൈവപുത്രൻ. വേഗം
ലോകത്തിന്റെ അധിപൻ ഉയർപ്പിക്കപ്പെട്ടവനാണ്. രക്ഷയും അവൻ തന്നെയാണ്. സാത്താനെ, നിന്റെ നാശം സമീപസ്ഥമാണ്. ലോകം കീഴടക്കാമെന്ന നിന്റെ മോഹവും നീയും എന്നേക്കുമായി എരിഞ്ഞില്ലാതാകട്ടെ. മറിയം, അതാ നോക്കൂ. എന്താ, എന്തു പറ്റി? കാണുന്നില്ലേ, കർത്താവിന്റെ കല്ലറ തുറക്കപ്പെട്ടിരിക്കുന്നു. ശരിയാണല്ലോ, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വിവരം വേഗം ശിഷ്യന്മാരെ അറിയിക്കണം. എങ്കിൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അവരെ വിവരം അറിയിക്കാം. മറിയം, പറയൂ, എന്താ സംഭവിച്ചത്? ഞങ്ങൾ രാവിലെ കർത്താവിന്റെ കല്ലറ സന്ദർശിക്കാൻ വന്നപ്പോഴാണ് അത് തുറന്നു കിടക്കുന്നത് കാണുന്നത്. നോക്കിയപ്പോൾ കർത്താവിനെ അവിടെ കാണുന്നില്ല. എന്താ നീ ഈ പറയുന്നത്? ഞങ്ങളൊന്ന് നോക്കട്ടെ. ദൈവമേ, ശരിയാണല്ലോ, കർത്താവിനിവിടെ കാണുന്നില്ലല്ലോ. ഇത് മിക്കവാറും യഹൂദർ തന്നെയായിരിക്കും ചെയ്തത്. ശരിയാ. മറിയം, നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി എല്ലായിടത്തും ഒന്ന് തിരക്കിയിട്ട് വരാം. എന്റെ ദൈവമേ, എന്റെ കർത്താവിന് എന്തായിരിക്കും സംഭവിച്ചത്? ആരായിരിക്കും അവനെ ഇവിടെ നിന്ന് എടുത്തു മാറ്റിയത്? ആരാണത്? ഞങ്ങളുടെ കർത്താവിനെ ആരും കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഞാൻ എന്റെ കർത്താവിനെ തിരയുകയായിരുന്നു. നിങ്ങൾക്കറിയാമോ എന്റെ കർത്താവിന് എന്താണ് സംഭവിച്ചതെന്ന്? നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന്. താൻ അരുൾ ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. മറിയം, നീ ഭയപ്പെടേണ്ട, നിന്റെ കർത്താവാണ് ഞാൻ. ഗുരുവേ, എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. ഇത് അങ്ങ് തന്നെയാണോ? മറിയം, നിൽക്കൂ. നീ എന്നെ സ്പർശിക്കുകയോ തടഞ്ഞു നിർത്തുകയോ അരുത്. എന്തെന്നാൽ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് ഞാൻ ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. ഗുരുവേ, അങ്ങിനെയും ഞങ്ങളെ വിട്ട് പോകരുത്. മറിയം, എനിക്ക് എന്റെ പിതാവിന്റെ പക്കലേക്ക് തിരികെ പോകാതെ കഴിയില്ല. എന്നാൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട മക്കളായ നിങ്ങളെയെല്ലാം വിട്ടുപോകാനും കഴിയില്ല. നിങ്ങളുടെ വഴിയും സത്യവും ജീവനും എന്നും ഞാനായിരിക്കും. എന്റെ പ്രിയ മക്കളെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹത്തോടെ കഴിയുവിൻ. യുഗാന്ത്യം വരെ